എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ച് നമുക്കൊരെണ്ണത്തിനെ വാങ്ങാം. എന്നിട്ട് അതിന് 6 മാസമുള്ളൊരു ഒരു നായ്ക്കുട്ടിനെ വാങ്ങിച്ച് അതിന് ബ്രോ എന്ന് പേരിട്ട് അതിന് ബ്രോ എന്ന് വിളിച്ചാണ് അതിന് അങ്ങനെയാണ് ഇവന്റെ ഒരു വരവ്. ബാക്കിയെല്ലാം മറ്റുള്ള ഒരുപാട് ട്രെയിൻ ഡോഗ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ വരവ്, ഈ ഒരു സിനിമയിലേക്ക് വേണ്ടി. പക്ഷെ അത് ഭയങ്കരമായിട്ട് അതങ്ങ് ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് കാരണം ബൈക്കിന്റെ പുറകിൽ നിന്ന് വരിക, ബൈക്കിൽ ചാടി കയറുക എന്നൊക്കെ പറയണത് നല്ല ടാസ്കുള്ള പരിപാടികളാണ്. അതെ, അതൊക്കെ അത്ര സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ സക്സസിനെ കുറിച്ച് ഇന്നിപ്പം എല്ലാവരും സിനിമ കാണുന്നവർ അവരുടെ വീടുകളിലിരുന്നോലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരുന്നോട്ടോ ഒക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എടാ നീ പുതിയ മൂവി കണ്ടോ, അങ്ങനെ എല്ലാവരും സംസാരിക്കും. ഞാൻ വേറൊരു നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വേറൊരു പ്രമുഖനായ ഒരു നടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിറങ്ങിയ അതോടെ നിർത്തണം സിനിമയുടെ. അതിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ആ മൂവി ഫെയിലിയർ ആയാലോ അത് നമ്മൾ നമ്മുടെ പിന്നീടുള്ള നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കോ നമ്മുടെ ഒരു റൗണ്ട് ടേബിൾ ഒരു സംസാരത്തിനിടയിലേക്കോ ആ സിനിമ കൊണ്ടുവരരുത്. അത് കഴിഞ്ഞു എന്ന് വെക്കണം എന്ന് ഒരാളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേണ്ണെ സംബന്ധിച്ച് ദിലീപേണ്ണ എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ല, അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ പരാജയവും വിജയവും ഒക്കെ നമ്മുടെ മനസ്സിനെ തൊടുന്ന കാര്യം തന്നെയാണ്. വിജയമെന്ന് നമ്മൾ ആ ഒരു എവറി ഫിലിം എന്ന് പറയുന്ന എനിക്കൊരു മിഷൻ പോലെയാണ് ഞാൻ കാണുന്നത്. ആ മിഷൻ സക്സസ് ആവാം, ഫെയിലിയർ ആവാം, പക്ഷെ നമ്മൾ 100% അതിനോട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഫെയിലിയറായ സങ്കടം ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമ നമ്മൾ ഒരുപാട് കാണുമ്പം ചില സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ആ ഒരു ആക്ടർ ചെയ്യുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സിനിമകളിൽ ആ ആക്ടർ ഇല്ലെങ്കിൽ വേറൊരു ആക്ടർ ചെയ്താലും ആ സിനിമയിലെ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകളിലെങ്കിലും ഒക്കെ. പക്ഷെ ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, അവിടെ ദിലീപേട്ടനെ അല്ലാണ്ട് വേറൊരാൾ ഇല്ലെങ്കിൽ ആ സിനിമ അത് ഇപ്പം ഈ പവിയിൽ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഇപ്പൊ ദിലീപേട്ടൻ സിനിമ അഭിനയം നിർത്തി ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പകരം വേറൊരാൾ ഇല്ല ചെയ്യാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാരണം ഇത് ദിലീപ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ദിലീപേട്ടൻ ചെയ്തു വെച്ച റോളുകളെല്ലാം. അതൊക്കെ എങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ അത് പ്ലേസ് ചെയ്യാൻ നമ്മൾ നോക്കൂലോ. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമേ അത് അല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ശ്രമങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്ന എൻ്റെ ഡയറക്ടേഴ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇതാവുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂറ്റിയും ആക്ടിങ് കണ്ടിന്യൂറ്റിയും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. അതിലൂടെ പോകുമ്പോൾ അത് കറക്റ്റാണോ ഇല്ലേന്ന് പറയുന്ന ആൾക്കാരും കൂടി കറക്റ്റ് ആവുക എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ ക്യാമറമാൻ എല്ലാവരും ചേരുന്ന വലിയൊരു ടീം വർക്ക് ഉണ്ടല്ലോ. അതിനപ്പുറം ആ ഒരു വിധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ സിനിമകളിലും നമ്മൾ ഓരോ സിനിമകളിലും കലാകാരൻ എന്നുള്ള രീതിയിൽ പല വഴിക്കും പല രീതിയിലൊക്കെ നമ്മൾ വരാൻ നോക്കും. പക്ഷെ എല്ലായിടത്തും ആ ദിലീപിന്റെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ സിഗ്നേച്ചർ ക്യാരക്ടർ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനിയും അതുപോലത്തെ സിഗ്നേച്ചർ ക്യാരക്ടർ ദിലീപേണ്ണെ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊരു ചെറിയ ഒരു കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ അയവിറക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഫേവറേറ്റ്സ് വിത്ത് ദിലീപേട്ടൻ. അതായത് ദിലീപേട്ടൻ തന്നെ ഇതിനകത്ത് ഓരോരുത്തരുടെയും ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോ ആണല്ലോ, ഈ ഓരോന്നും എടുക്കുക, അവരുമായിട്ടുള്ള ദിലീപേട്ടനെ ഷെയർ ചെയ്യാൻ പറ്റും നിന്ന് ദിലീപേട്ടൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതേതാന്ന് പറയാം. അത്രേ ഉള്ളൂ സംഭവം. ഓരോന്നും എടുത്തിട്ട് ആരാന്ന് നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ മതി. ഓരോന്ന് ഇങ്ങനെ പോവാം. ആദ്യം എടുക്കണം ആരുടെ ഫോട്ടോ? ഇന്നസെന്റ് ഏട്ടന്റെ ഫോട്ടോ ആണ് ഫസ്റ്റ്. ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഞാൻ അപ്പച്ചെന്നാ വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താണ് വന്നത് എന്ന് വെച്ചാൽ എന്നെ അറിയപ്പെട്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെയാണ്. അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പേഴ്സണലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും എനിക്കൊരു എന്താ പറയുക ഒരു ഗൈഡ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ മുന്നിലേക്ക് നയിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരാളായിരുന്നു ഇന്നസെന്റ്. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട്, കാരണം അത്രയും ഞാൻ ലൈഫിൽ
ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വെച്ചാൽ എടുത്തു പറയേണ്ട ഒരാളാണ്, ലെജൻഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എല്ലാ സ്ഥലത്തും പുള്ളീനെ കാണാമെന്ന് പറയൂലേ. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടിലെ പുള്ളിയുടെ രീതി തന്നെ പുള്ളി പറയുന്നത് ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ആളെ സാഹിത്യകാരന്മാരുടെ ലോകത്തും ഇരിക്കണ കാണാം, എഴുത്തുകാരുടെ, കവിക്കാരെ, ഇതൊക്കെ എല്ലാ കലാരെങ്കിലും പുള്ളി കാണാം. രാഷ്ട്രീയക്കാരെ നോക്കി MP ആയിട്ടിരിക്കുക അവിടെ കാണാം. ഈ എല്ലാ തലത്തു നിന്ന ഇത്രയും ആളുകളെ മേച്ച് അമ്മയുടെ പ്രസിഡന്റായിട്ട് എത്രയോ കാലമായിട്ട് അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നേച്ചറില്ലേ അതുണ്ടാക്കി വെച്ച ഒരു വലിയ ഒരു പ്രസ്ഥാനമാണത്. ഇത് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ ശബ്ദം. മറ്റത് മിക്ക ദിവസവും കേട്ടിരുന്ന ശബ്ദം അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം. തീർച്ചയായിട്ടും നഷ്ടപ്പെടാച്ച നമ്മളെ വിട്ടേക്കും പോവില്ല. നാദിർഷ ഇതിനെ പറ്റി ഞാൻ എന്താ പറയണേ? പിന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ കൂടെ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് എല്ലാവരും പറയുള്ളൂ. അതെ, ദിലീപേട്ടൻ തന്നെ. കാരണം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള എൻ്റെ സുഹൃത്താണ്. കാരണം മിടുക്കനാണ്. ഇവനെ കാണാൻ വേണ്ടി ഞാൻ പുഴ വരെ നീന്തിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയാം, നിന്നെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിച്ചാണ്. എന്തിനായിരുന്നു, എന്തിൻ്റെ കേടായിരുന്നു, അതൊക്കെ തമാശക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലമായിട്ട് ബിസിനസ്സുകളും, ഞാൻ ബിസിനസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കലാരംഗത്ത് ഇതുള്ളതും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നതിൽ ഒരാളവനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 3 പേരും ഭയങ്കര ഇതായിരുന്നു. ഞാനും നാദിർഷയും മണിയും. അതിൽ ഞങ്ങളുടെ ചങ്കൂറ്റായിരുന്നു മണി. ഞങ്ങൾ ഷോസ് പോവുകയാണെങ്കിൽ ഞാൻ ഇവനില്ലാണ്ടെങ്കിലും ഞാൻ എന്നും മിമിക്രി തുടങ്ങി ആ കാലം മുതൽ എവിടെയെങ്കിലും ഷോ പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുള്ളൂ. അങ്ങനെ കുറേ എൻ്റെ ഫാമിലി അവൻ്റെ ഫാമിലിയൊക്കെ ഒരേ ഇതിൽ പോകുന്ന മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ളതാണ്. ഞാൻ എന്താണെന്ന് അവനും അറിയാം, അവൻ എന്താണെന്ന് എനിക്കും അറിയാം എന്നൊക്കെ പറയുന്ന ഒരു അത് വേറെ എന്ന് പറയാ ഇമോഷണലി നമ്മളെ കുറച്ച് ഇതാക്കുന്ന കുറച്ച് ഇതല്ലേ. അടുത്ത ആരാ നോക്കാം നമുക്ക്. അതന്നെ ഞാനിപ്പോ എനിക്കത് ദിലീപേട്ടൻ പറഞ്ഞപ്പോ ഞാനത് മനസ്സിൽ വിചാരിക്കായിരുന്നു. മണി പോയത് നമുക്ക് ഗ്രേറ്റ് ലോസ് ആണ്. വിചാരിക്കാത്തൊരു വല്ലാത്തൊരു പോക്കെന്ന് പറയില്ല. ഞാൻ സല്ലാപത്തിന്റെ സമയത്ത് തുടങ്ങിയൊരു സൗഹൃദം എന്താണെന്ന് ചോദിക്കും. അതിന് മുമ്പ് എനിക്ക് മണീനെ അറിയാം, പക്ഷെ അത്ര അടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ അടുപ്പമുണ്ടായിരുന്നു മണി നാദർഷൻ തമ്മിൽ മിമിക്രിയിലൂടെയും. കാരണം ഇവർ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു മണീനെ കാണുന്നത് ആലോ പാലസിൽ വെച്ചിട്ടാണോ സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മണിയായിട്ട് ഒരു രീതിയിൽ കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സല്ലാപത്തിൻ്റെ പൂജ നടക്കുന്ന ദിവസം മണി ഷൊണ്ണു ഗസ്റ്റ് ഹൗസിൽ പുറത്ത് കൈയൊക്കെ കെട്ടി ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കണം. എന്നിട്ട് ഞാൻ മണി എടുത്തതെന്ന് പറഞ്ഞു, മണി ഭയങ്കര ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കും കേട്ടോ ഇതിലെ. ഞാൻ കഥ കേട്ടു, അപ്പോൾ മണിയുടെ കാര്യമൊക്കെ പറഞ്ഞു സാറ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ആ സിനിമ തുടങ്ങിയൊരു സൗഹൃദം. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ഷോസും പോയിട്ടുള്ളത്. എനിക്കിപ്പോൾ വന്ന് ദിലീപേട്ടൻ പറയുമ്പോൾ എനിക്ക് ആ വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്ത് ഫൺ മൊമെന്റ് ആയിരിക്കും അല്ലേ നിങ്ങൾ? അയ്യോ ഭയങ്കര ഞങ്ങൾ ഒരുമിച്ച് എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അയ്യോ കുബേരനൊക്കെ ചെയ്യണ സമയത്ത് കാരണം ആരോഗ്യം കൊണ്ടും കഴിവ് കൊണ്ടും വേറെ ലെവലായിരുന്നു മണി. പാട്ടിൽ എന്താ അവന് ചെയ്യാൻ പറ്റാത്ത. എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ഷോസൊക്കെ പോകുമ്പോൾ അവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ കിടന്ന് ഉറങ്ങും. കാരണം എനിക്ക് ഉറപ്പാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാവും. ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ മണിയുടെ റൂമിൽ ചെല്ലും. അപ്പോൾ അവൻ അവിടെ ഒരു കിച്ചൺ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണവും അതായത് പിന്നെ ചില സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവൻ തന്നെ മറ്റേ ചിക്കൻ ഇതിനകത്തൊക്കെ ഇട്ട് ചോറൊക്കെ കുഴച്ച് എടുത്ത് വായിൽ അങ്ങനെ നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവൻ ഉരുട്ടി തരുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുക, അവൻ വായിൽ ഭക്ഷണമൊക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കര ഇതുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തമ്മിൽ. നമ്മൾ അടുത്ത ആളിലേക്ക് പോരുത്, അതിന് മുമ്പേ കണ്ടു കഴിഞ്ഞു. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, നമുക്കിപ്പം പറഞ്ഞു വെച്ചിട്ട് ഇന്നസെന്റ് ഏട്ടൻ്റെ ഇങ്ങനെയല്ലേ തുടങ്ങിയത്, എന്തെങ്കിലും ഒരു ലൈൻ ഒന്ന് പറയാമോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതേപോലെ എത്രയോ ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അതല്ല ഒരു അതേപോലെ ഒന്ന് മിമിക് ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത്. അങ്ങനെ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് ഇന്ന് പെർഫോം ചെയ്ത് ഇരുന്നോണ്ടൊന്നും പറ്റൂലേ?
ഇരുന്നോണ്ട് പാവി പോയി കാണണം കാരണം എനിക്ക് ഇന്നസെന്റിനോട് ബഹുമാനം ഉള്ളതുകൊണ്ട് ഇരുന്നോണ്ടും ചെയ്യാം. പാവി പോയി കാണണം എന്നുള്ളത് മാത്രം ഇന്നസെന്റിന്റെ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. എന്താ പറയുക, പവി കെയർ ടേക്കർ എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരും പോയി കാണുക. ചിരിക്കാനായിട്ട് ഒരുപാട് പടത്തില്ലേ അങ്ങനെ. താങ്ക് യു. ഒരുപാടുണ്ട് കേട്ടോ ചിരിക്കാൻ. എല്ലാവരും റെഡി ആയിട്ട് പോയിക്കോളൂ. അതുപോലെ ചിരിക്കാനുള്ള ഒരു മൂവിയാണ്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. കാവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിലെ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു 19-20 സിനിമയിൽ ഒരുമിച്ച് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. ഇപ്പോഴിതാ ഇവരുടെ വിവാഹം നടന്നത് ചില ദോഷ സമയത്തായിരുന്നു. ഇതിന്റെ പ്രതിഫലനമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസം എന്ന് പറയുകയാണ് ജ്യോതിഷി. ഈ പ്രവചനം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു പോവുകയാണ്. ഏകദേശം 350ഓളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ജ്യോതിഷി. അതിൽ 95% ഫലിച്ചിട്ടുണ്ട്. ദിലീപും കാവ്യയും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകുമെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്വാഭാവികമായും നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, 2016 മുതൽ 2019 വരെയുള്ള കാലത്തിൽ രാഹുർ ദശയിൽ ജനിച്ച കാവ്യ മാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ്. ഇത് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹ ഭാവമാണ് നടക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ കണ്ടകശനിയും ഏഴരാണ്ട ശനിയും കൂടി ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അതൊട്ടും തന്നെ ശരിയാകില്ല. ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല. കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നു. പിന്നീട് അറിയാൻ സാധിച്ചത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിവാഹം നടന്നു എന്നാണ്. ഈ കണ്ടകശനിയും ഏഴരാണ്ട ശനിയും ഒത്തു നിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരാഗ്രഹവാസത്തിന് തന്നെ കാരണമാകും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ദിലീപ് അങ്ങനെ ജയിലിൽ കിടന്നു. ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും എന്നും ഈ ജ്യോതിഷി പറഞ്ഞിരുന്നു. കാവ്യയ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ്. 45 വയസ്സ് വരെ ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മോശ സമയം എന്ന് പറയാനാകില്ല. അതിനുശേഷം നല്ല കാലമാവും വരിക. പക്ഷെ ദിലീപിന്റെ സമയം അത്ര നല്ലതല്ല. എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാതെ മുന്നോട്ട് പോകും. ഒരു 50-50 റേഞ്ചിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടകരമായിരിക്കില്ല. എടുത്തുചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കും. ജാതകത്തിന്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട്. അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.